എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് സോഷ്യൽ സയൻസ് പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് നടക്കുന്നത്. അപ്പോൾ ഇന്ന് 9:30 മുതൽ 12:15 വരെയാണ് ഇന്നത്തെ പരീക്ഷ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിലാണ് സോഷ്യൽ സയൻസ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷ കൂടി അവസാനിക്കുന്നതോടെ ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് മെയ് 2-ാം വാരത്തോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC വാല്യുവേഷൻ നടക്കുന്നത് ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 20 വരെ 2 ഭാഗങ്ങളായിട്ടാണ് നടക്കുക. അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു വാല്യുവേഷൻ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മെയ് 2-ാം വാരത്താണ്. അതായത് മെയ് 2-ാം വാരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മെയ് 15 അല്ലെങ്കിൽ മെയ് 10 ആ ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത. അതായത് ടാബുലേഷൻ വർക്കൊക്കെ എത്ര വേഗം കംപ്ലീറ്റ് ആവുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക. ചിലപ്പോൾ ഈ ഒരു 2-ാം വാരം എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാനും അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവാനുമൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് മെയ് 2-ാം വാരത്തോടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്നത്തോടെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ, അതായത് ഇന്ന് സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. അപ്പോൾ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് 100 മാർക്കിൽ 30 മാർക്കാണ് വേണ്ടത്. അതായത് 100 മാർക്ക് എന്ന് പറയുമ്പോൾ 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്, അതുപോലെ 20 മാർക്ക് CE മാർക്കാണ്. അപ്പോൾ ഇതിൽ ഈ ടോട്ടൽ മാർക്ക് വരുന്നത് 100 മാർക്കാണ്. 100ൻ്റെ 30% മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 100 മാർക്കിൽ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അതായത് 100ൻ്റെ 30% 30 മാർക്കാണ്. അപ്പോൾ 30ൽ തന്നെ 20 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് മാത്രം എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ മാർക്ക് ലഭിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് ഇന്നത്തെ പരീക്ഷ എഴുതുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസ നേരുന്നു. അതായത് എല്ലാ വിദ്യാർത്ഥികളും ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കുമോ അല്ലെങ്കിൽ തോൽക്കുമോ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഓൾറെഡി എല്ലാ പരീക്ഷയും ഇന്നത്തോടെ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് അത് ആലോചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാനായിട്ട് പരീക്ഷ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എഴുതാനായിട്ട് സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നിങ്ങൾ ആ ഒരു റിസൾട്ട് SSLC റിസൾട്ട് വന്ന ശേഷം ഈ ഒരു പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.